കോൺഗ്രസിൽ തലമുറ മാറ്റം വരും. എം പിമാർ മത്സരിക്കുന്നില്ല, സീനിയർ നേതാക്കൾ മത്സരിക്കുന്നില്ല. അപ്പോഴിതാ പ്രളയം പോലെ പുതിയ ആളുകൾ. ദീപ്തി മേരി വർഗീസിനെ നമ്മളെല്ലാം വിചാരിച്ചത് കൊച്ചിയിൽ വച്ചിരിക്കുന്നത് മേയറാക്കാതിരുന്നത് എന്തോ ശത്രുത ഉണ്ടെന്നല്ലേ. അല്ലെന്നേ. ദീപ്തി മേരി വർഗീസാണ് ഉമാ തോമസിന് പകരം അവിടുത്തെ സ്ഥാനാർത്ഥി തൃക്കാക്കരയിൽ. ഇനി അഥവാ ദീപ്തി മേരി വർഗീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേറെ സ്ഥലം കൊടുക്കും. എറണാകുളത്ത് എന്തായാലും ദീപ്തി മേരി വർഗീസ് ഒരു സ്ഥാനാർത്ഥിയാണ്, ഉറപ്പ്. ഒന്നുകിൽ എറണാകുളം അല്ലെങ്കിൽ തൃക്കാക്കര. 2 റിജി മാക്കുറ്റിൽ ഈ ചാനലിലൊക്കെ വന്നിരുന്നു ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആൾ, കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിനും ഒരു സാധ്യത, വളരെ വലിയ സാധ്യതയാണ് കാണുന്നത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആവാൻ നടന്നതാണ്, അതൊന്നും നടന്നില്ല. പക്ഷേ എന്തായാലും അദ്ദേഹത്തിനും ഒരു സാധ്യതയുണ്ട്. അടുത്ത സാധ്യത പറയുന്നൊരു യുവാവാണ്. യുവാവ് കഴിഞ്ഞു, എന്നാലും ഒരു മധ്യതല യുവാവാണ് ശബരിനാഥ്. പക്ഷെ ശബരിനാഥിൻ്റെ പ്രശ്നം, ഒരു 5-6 മണ്ഡലത്തിൽ ശബരിനാഥിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. നേമമണ്ഡലം, തിരുവനന്തപുരം നോർത്തല്ല, പഴയ നോർത്ത്, അതായത് പിന്നെ ഈസ്റ്റ്, പഴയ ഈസ്റ്റ്, ഇപ്പോഴത്തെ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ, ആന്റണി രാജുവിൻ്റെ തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, അരുവിക്കര, കാട്ടാക്കട, ഇങ്ങനെ സകലമാന സ്ഥലത്തും ഒരുപാട് പേരെ കൂട്ടത്തിൽ ശബരിനാഥിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. എന്തായാലും ശബരിനാഥും മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേമത്ത് എന്തായാലും ശബരിനാഥ് മത്സരിക്കാൻ സാധ്യത കുറവാണ്. ഇനി തീർച്ചയായിട്ടും എന്താ സംഭവിക്കുന്ന അറിയില്ല. അരുവിക്കരയിൽ മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന CPI വിട്ടിപ്പോൾ കോൺഗ്രസിൽ ചേർന്ന ഒരാളുണ്ട്. അദ്ദേഹത്തെ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ മീനാങ്കൽ കുമാർ CPIയുടെ AITCയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്നു, വലിയ നേതാവാണ്. AITCയിൽ നിന്നപ്പോൾ CPIയുടെ വലിയ നേതാവാണ് മീനാങ്കൽ കുമാർ. അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് വിട്ടത് എന്നൊരു വാദവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അരുവിക്കരയിൽ ശബരിനാഥില്ല, മീനാങ്കൽ കുമാറാണ്. പിന്നെ നെയ്യാറ്റിങ്കര സനലും ശക്തനും ഇടിക്കുന്നുണ്ട്, പാറശാലയിൽ നെയ്യാറ്റിങ്കര സനൽ ഇടിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, കോവളത്ത് വിൻസെന്റ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ മണ്ഡലങ്ങളിലാണ് ദീപ്തി മേരി വർഗീസ്, ഞാൻ പറഞ്ഞ മണ്ഡലങ്ങൾ. റിജി മാക്കുറ്റിൽ കണ്ണൂരായിരിക്കും പുള്ളിക്കാരൻ നിൽക്കുന്നത്. പക്ഷെ അതുകൊണ്ട് AM ഷംസീറിനെതിരെയോ ഇനി പിണറായി വിജയനെതിരെ തന്നെ നിൽക്കുമെന്ന് അറിയത്തില്ല. ചെറുപ്പക്കാരനെ നിർത്തി എടുക്കും, അതേ MV ജയരാജനോ തളിപ്പറമ്പിലോ, എന്തായാലും അദ്ദേഹം കണ്ണൂർ ഭാഗത്തുള്ള മണ്ഡലത്തിലായിരിക്കും റിജി മാക്കുറ്റത്തിൽ നിൽക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ലിസ്റ്റ് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. വലിയ ഞെട്ടിക്കുന്ന ലിസ്റ്റായിരിക്കും എന്ന് പറഞ്ഞ് രമേഷ് പിഷാരടി, ഡോക്ടർ GV ഹരി, ഇങ്ങനെ പേരുകൾ പുതിയതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ജഗദീഷിന്റെ പേരും കേൾക്കുന്നു, ഫിലിം നടൻ, സിനിമ. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, അല്ല അദ്ദേഹത്തിന്റെ പേരും കേൾക്കുന്നുണ്ട്. ഇങ്ങനെ വലിയൊരു നീണ്ട നിര തന്നെ കോൺഗ്രസിൽ റെഡിയായി നിൽക്കുന്നു. ഈ നിര വലുതാവും. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. എന്തുകൊണ്ടെന്നാൽ ഭരണം കിട്ടാൻ ഒരു സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നൽ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് വലിയ തിരക്കായിരിക്കും ആ ക്യൂല്. CPMന്റെ ക്യൂല് അത്രയും തിരക്ക് കാണത്തില്ല.